അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വീർപ്പുമുട്ടുന്ന ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. സ്ഥിരം ഡോക്ടർമാരില്ലാതെ വന്നതോടെ ബുധനാഴ്ച മുതൽ ആശുപത്രിയിൽ വൈകുന്നേരങ്ങളിലെ ഒപിയും കിടത്തി ചികിത്സയും നിർത്തി. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. കഴിഞ്ഞ ഡിസംബർ 31 തീയതിയാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിയിലെ നോട്ടീസ് ബോർഡിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉച്ചകഴിഞ്ഞ് ഒപി ഉണ്ടായിരിക്കുന്നതല്ലെന്നും വൈകിട്ട് 6 മുതൽ രാവിലെ 9 മണിവരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലെന്നുമുള്ള അറിയിപ്പ് പതിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ സിവിൽ സർജൻ ഉൾപ്പെടെ 7 സ്ഥിരം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകേണ്ടതാണ്. എന്നാൽ കരാർ അടിസ്ഥാനത്തിലുള്ള 3 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. ഇവർ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത്. ചിലപ്പോൾ ഒരു ഡോക്ടർ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടാകാറുള്ളൂ. ഇത് ആശുപത്രിയിലെത്തുന്ന തങ്ങളെ വലയ്ക്കുന്നതായി രോഗികൾ പറയുന്നു. ഞാൻ മേമേനാണ് വരുന്നത്. സ്ഥിരമായിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ നോക്കിയിരിക്കുന്നത് അല്ലെന്ന് എനിക്ക് ഷോക്ക് ഉണ്ടായി. ഒരു മുറിവുണ്ടായി. ഇവിടെ മുറിവുണ്ടായി കഴിഞ്ഞ് ഷോക്ക് ഉണ്ടായത്. അപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അവിടെ റോഡ് പണി നാളെ തുടങ്ങുന്നതിന് തുടങ്ങിയ 2 മാസം തന്നെ എനിക്ക് സ്ഥിരം കഴിക്കണം. മാസം വന്ന് മേടിക്കുന്നതാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. ഉച്ചയ്ക്ക് 1:30 ശേഷം ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർക്ക് ഡോക്ടർമാർ ഇല്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന 4 വൻകിട തോട്ടങ്ങളിലെയും ഉൾപ്പെടെ 100 കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആവശ്യപ്പെട്ടു. മരുന്ന് മേടിക്കാൻ വേണ്ട ഡോക്ടേഴ്സ് ആരുമില്ല. ബാക്കി സ്റ്റാഫുകളെല്ലാം ഉണ്ട്. എനിക്കാണ് ഹിയറിംഗ് പ്രോബ്ലം ആയിട്ട് വന്നതാണ്. അതിൻ്റെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ആരോട് മേടിക്കാൻ ഡോക്ടേഴ്സ് ആരുമില്ല. ഇനിയിപ്പോൾ എന്താ മാർഗം? ആരെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകല്ലാണ്ട് നമുക്കായാലും ജീവിക്കേണ്ട പ്രശ്നമാണ്. ഈ ഒരു അവസ്ഥയാണ്. ഇപ്പം മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഈവനിങ്ങിൽ കാണും, ചിലപ്പോൾ ഈവനിങ് കാണും, ഉച്ചയ്ക്കാണ്. സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തിയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പറഞ്ഞു. ഇവിടെ ഇപ്പം 24 മണിക്കൂർ കാഷ്വാലിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഇല്ലെന്നായി. 5 മണി വരെ OP ഉണ്ടായിരുന്നു. 31/12/2024 മുതൽ ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ PGക്ക് പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ഇപ്പോൾ ഇവിടെ 12 മണിയാകുമ്പോൾ OP ഇല്ലെന്നാവുന്ന അവസ്ഥയാണ്. ഇവിടെ 2 or 3 താൽക്കാലിക ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഈ ആശുപത്രി പഠിക്കുന്നത്. കാരണം ഈ ആശുപത്രി ചാർജ് ആലടി ആശുപത്രിയിലെ ഡോക്ടർക്കാണ് ചാർജ്. ഇവിടെ ഒരു അധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരി ഹെഡ് നേഴ്സാണ്. കാരണം വേറെ ആരും ഒരു ആധികാരികമായിട്ട് കാര്യം പറയാനില്ലാത്ത അവസ്ഥയാണ്. ആശുപത്രി കഴിഞ്ഞ ഒക്ടോബർ മാസം 4 തീയതി തൊട്ട് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമായിട്ടില്ല. പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ഇവിടെ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന, അതായത് 5 മണി വരെ OP പ്രവർത്തിക്കുക താൽക്കാലിക ഡോക്ടറെ വെച്ചുകൊണ്ട്, ആ ഡോക്ടർ വരുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. 500 OP വരുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ. നോക്കിക്കേ, ആശുപത്രി വാതിലുകളിൽ അടഞ്ഞു കിടക്കുന്നു. വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത്. ഒരു കാര്യം പറയുന്നു, ഞങ്ങൾ സമരം ശക്തമാക്കും. ഇത് വലിയൊരു ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടുകാർ ഇറങ്ങി സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പറയാനുള്ളത്. നിലവിൽ അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർക്കാണ് ഉപ്പുതറ CHCയുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്.